നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ കാലമാണല്ലോ. ഞാൻ ഈ വി ഡി സതീശൻ സർക്കാർ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഈ തുടക്കത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറഞ്ഞു, നമുക്കിവിടെ ഏത് സർക്കാർ ആര് വന്നു കഴിഞ്ഞാലും ഇവിടെ പ്രശ്നമില്ല. ജനങ്ങളെ നല്ലപോലെ നിയന്ത്രിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് വേണ്ടത്. ജനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ളൊരു സർക്കാരാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് സൗജന്യ യാത്ര, പ്രിയദർശിനി ബസ്സിലൊക്കെ സൗജന്യ യാത്ര വന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലും പല ആളുകളും പറയുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ ഇന്ന് മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് ആദ്യം തിരുവനന്തപുരത്തോട്ട് പോകാം. അവിടുത്തെ ജനങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അല്ല ഈസ്റ്റോട്ട് വരണ്ടേ? ശരി. എന്താണ് അഭിപ്രായ പദ്ധതിയെ പറ്റിയിട്ട്? നല്ലതാണോ? നല്ലതാണ്. ഇതുവരെ ഒരു മന്ത്രിമാരിങ്ങനെ വന്നിട്ട് ഇതുവരെ ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. നല്ലതാണ്. അത് സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇതിനകത്തൊരു സംഭവം എഴുതിയിട്ടുണ്ട്. എന്താ? പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര. എന്താ അത് സംഭവം അറിയോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഏത് സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര കൊടുക്കുന്നത്? വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി വിടുന്നുണ്ട്. എല്ലാ റൂട്ടുകളിലും ഓരോ വണ്ടി വീതം വിടുന്നു. അതാണോ സൗജന്യ യാത്ര? അങ്ങനെയൊക്കെ വഴിയില്ല. പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്താ അതിനെ പറ്റി പറയാനുള്ളത്? എന്താ അത് സംഭവം അറിയോ? സൗജന്യ യാത്ര ഇപ്പൊ എന്തിനാണ് ഇപ്പൊ അതിനെ പറ്റി പറയാൻ? രണ്ട് വാക്കാ. സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര, പുരുഷന്മാർക്ക് വേണം. എന്താ അഭിപ്രായം? എന്താ? പക്ഷെ ഒന്നും അങ്ങനെ ഒരു ഈ സൗജന്യ യാത്ര കൊടുത്തതായിട്ടുള്ള ഒരു ഇതും അങ്ങോട്ട് ഇതാവുന്നില്ല. എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെയൊക്കെ കാണും. സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. ഓർഡിനറി ബസ്സിലാണോ വരുന്നേ? അല്ലല്ല, നമ്മൾ സാധാ ബസ്സിൽ തന്നെ വരണത്. സൂപ്പർ ബസ്സിലാണോ? സൂപ്പർ ബസ്സിൽ തന്നെ. പൈസ കൊടുത്താണോ വരുന്നേ? പൈസ കൊടുത്ത് തന്നെ വരണത്. അതെന്ത് പറ്റി? ഓർഡിനറി ബസ്സില്ലേ അവിടെ? ഒരു ബസ്സല്ലേ ഉള്ളൂ, ഒരു ഏരിയയിൽ ഒരു ബസ്സേ ഉള്ളൂ. എത്ര മണി വരെ ഒന്നും അറിയാനും പാടില്ല. ഏതാ സ്ഥലം? ഏതാ? വട്ടപ്പാറ. എത്ര മണിക്ക് അവിടെ നിന്ന് ബസ്സുള്ള ഓർഡിനറി ബസ്? എത്ര മണിക്കെന്നുള്ളത് അറിയില്ല. ഒരു ബസ്സേ ഉള്ളൂ? ഒരു ബസ്, ഒറ്റ ബസ്സേ ഉള്ളൂ. ഓരോ ഏരിയയിൽ ഓരോ ബസ്സേ വിട്ടിട്ടുള്ളൂ. പ്രിയദർശിനി ബസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ഈ പോകുന്ന ആരനാട് ബസ്സാണ്, വെള്ളനാട് ആരനാട് ബസ്. എല്ലാ ബസ്സും സിറ്റി പാസ്റ്റിനാണ് എഴുതിയിട്ടേണ്. നമ്മൾ ഇവിടെ നിന്ന് അവിടെ പോണതിന് 43 രൂപയും കൊടുക്കണം. സിറ്റി പാസ്. ഇവിടെ പ്രിയദർശിനി എന്ന് പറഞ്ഞാൽ യാത് ബസ് കിടക്കണത്? ചുമ്മാ ആൾക്കാരെ പറ്റിക്കണതാണ് ഈ സർക്കാർ. ഉണ്ട്, നിങ്ങൾ പറയും ഉണ്ടെന്ന്. ഓർഡിനറി ബസ്സിന് ഉണ്ട്, ഫാസ്റ്റിനില്ല. ഇവിടുന്ന് സിറ്റിയിലെല്ലാം ഫാസ്റ്റാണ്, കുറച്ചേ ഉള്ളൂ ഈ പ്രിയദർശിനി. പക്ഷേ ഇതിലെ ചെയ്യാനുള്ള വേറെ ഒന്നുമില്ല. ഞാൻ എന്നേ വിചാരിക്കണമെന്നറിയാമോ, ഇത് പെണ്ണുങ്ങൾക്ക് കൊടുക്കണം ശരി തന്നെ, പക്ഷേ 60 വയസ്സിന് മേക്കഴിഞ്ഞ ആണുങ്ങൾക്ക്, പുരുഷന്മാർക്ക് അവർക്ക് കൊടുക്കണം. വിദ്യാർത്ഥികൾക്കോ, പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കോ, ആൺകുട്ടികൾക്ക് അവർക്കും കൊടുക്കണം. ഇത് അങ്ങനത്തെ ഒരിതുണ്ട് എന്ന് വെച്ചാൽ 60 വയസ്സിന് മേക്കഴിഞ്ഞ ആണുങ്ങൾക്കും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അത് ചെയ്യണം. പിന്നെ ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കരുത്, അത് ഒരു അഭിപ്രായം അതുണ്ട്. ഗവൺമെന്റ് ജീവനക്കാർക്ക് കൊടുക്കരുത്, എന്നാ നഷ്ടത്തിലേ പോകുന്നത്. അവരെ മാറ്റി നിർത്തിയിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കുക. ഇതേനൊക്കെ അവര് പറഞ്ഞതിന്റെ കാര്യം. നമുക്ക് ഫ്രീ ഒന്നും കിട്ടില്ല. ഞങ്ങള് ബസ്സിനാണ് പൈസ കൊടുത്താണ് പോണത്. ഗേൾസിന് മാത്രമുള്ള ഗേൾസിന് മാത്രമുള്ളതാ. ബോയ്സിന് വേണോ? എന്താ അഭിപ്രായം? ഗേൾസിന് ഫ്രീ ആണ് ടിക്കറ്റ്, ബോയ്സിന് വേണോ? കിട്ടിയാ കൊള്ളാം. ആൺകുട്ടികളാണെങ്കിൽ പോലും ദിവസേന ടിക്കറ്റിന് പൈസ ഒന്നും എടുത്തിട്ട് സ്കൂളിലേക്കോ കോളേജിലേക്കോ ഒന്നും പോകാൻ കഴിവില്ലാത്ത വീട്ടിലെ ബോയ്സ് ആണെങ്കിലും ഉണ്ടാവും. അവർക്കും കൂടെ അനുവദിക്കണം എന്നാണോ? അതെ. പാവപ്പെട്ട കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സൗജന്യ യാത്ര കൊടുക്കണം, നല്ലത്. ആൺകുട്ടികൾക്കും കൊടുക്കും. അങ്ങനെ പെൺകുട്ടികൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. ഈക്വാളിറ്റി വേണം. അത് ഇക്വാലിറ്റി വേണം. കിട്ടുവോ? പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? സാധനം കിട്ടുമോ? ഈക്വാലിറ്റി കിട്ടുമോ? കിട്ടുമായിരിക്കും. പ്രതീക്ഷ ഉണ്ടോ? ഉണ്ട്, പക്ഷെ കിട്ടുമെന്ന് അറിഞ്ഞൂടാ. എന്താടാ? ചിലപ്പം കിട്ടും, ചിലപ്പോ കിട്ടൂല. ചിലത് ശരിയാവും, ചിലത് ശരിയാവൂല. പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയെ പറ്റി എന്താ അഭിപ്രായം? കൊള്ളാം, കുഴപ്പമില്ല. ഇന്നലെ കിട്ടിയായിരുന്നു. സന്തോഷമാണ്. അങ്ങനെ ഒരു പദ്ധതി വരുമെന്ന് വിചാരിച്ചിരുന്നോ? വിചാരിച്ചിട്ടില്ല. എന്താണ് പൊതുവിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ? കണ്ടില്ലേ? അപ്പം ഇത് തട്ടിപ്പാണ്, ഇത് സർക്കാർ നമ്മളെ ചതിക്കുക എന്നുള്ള രീതിയിലാണ് ജനങ്ങൾ പറയുന്നത്. ശരിയാണ്, ഒരർത്ഥത്തിൽ അതാണ്. ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ ഓരോ വണ്ടികളെ, ഓരോ ബസ്സുകളൊക്കെയുള്ളൂ, ഓർഡിനറി ബസ്സുകൾ. കാരണം ഈ സ്ത്രീകളുടെ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്ത്രീകൾ പല രീതിയിൽ പല ജോലിക്ക് പോകുന്ന ആളുകളാണ്.
അപ്പോൾ ഈ ബസ് വരുന്ന സമയത്ത് അവർക്ക് സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നോ പുറത്തിറങ്ങാനുള്ള സമയം കിട്ടത്തില്ല. കാരണം അവരുടെ സമയം അപ്പോഴല്ല, അവരുടെ ഡ്യൂട്ടി സമയം കഴിയുന്ന സമയത്തേ അവർ ഇറങ്ങത്തുള്ളൂ. അപ്പോൾ പിന്നെ ഈ ബസ് കൊണ്ട് എന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരു സർക്കാർ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞൊന്നുമല്ല, ഇത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് ചാനലാണിത്. അപ്പം ഇവർ ഇങ്ങനെ ഓരോ ജനങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞാണ് ഈ കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിലൊരു വ്യക്തി പറയുന്നുണ്ടല്ലോ, ഇത് സർക്കാർ ഫ്രീ പിന്നെ സൗജന്യ യാത്ര തന്നു എന്ന് പറയുന്നത് അത് അത്ര അങ്ങോട്ട് ഫലവത്തായിട്ടില്ല. അതായത് കൊടുക്കാനുള്ളത് കൊടുക്കുകയും ചെയ്തു, എന്നാൽ ജനങ്ങൾക്ക് ആവശ്യത്തിനുള്ള ബസ്സില്ല. ആ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, സ്ത്രീ പറയുന്നുണ്ട്, അവർ പോരുന്ന സ്ഥലത്തു നിന്ന് ഇവർ തിരുവനന്തപുരം വരെ അവരെ 43 രൂപ അവർക്ക് കൊടുക്കണം. പിന്നെ ആ സൈഡിലൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകൾ ഓർഡിനറി ബസ്സുകളെന്ന് പറഞ്ഞ പേരൊന്നുമില്ല, ഇട്ടിരിക്കുന്നതൊക്കെ ഫാസ്റ്റ് ബസ്സും സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഒക്കെയാണ്. അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ 43 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് എന്താണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഇറങ്ങുന്ന ജനങ്ങൾക്ക് പറ്റും. ഈ ഗ്രാമങ്ങളിൽ കൂടിയും പട്ടണങ്ങളിൽ കൂടിയൊക്കെ ഇങ്ങനെ 1-2 ബസ്സൊക്കെ കൊടുത്ത് ഈ ജനങ്ങളെ കബളിപ്പിക്കുക വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് സർക്കാരേത്. വി.ഡി. സതീശൻ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു, പിണറായിയെ കുറ്റം പറഞ്ഞിരുന്ന ആളാണ്. അതുപോലെ തന്നെ പിണറായിയുടെ വീടൊക്കെ ചെക്ക് ചെയ്യാൻ ഇ.ഡി. അയക്കുന്നു. എന്തൊക്കെ ഭൂകമ്പങ്ങൾ ഉണ്ടാക്കി, ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഉള്ള പ്രവർത്തികളാണ് ഈ ചെയ്യുന്നതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഭൂകമ്പം എല്ലാം ഉണ്ടാക്കിയത്. എന്നാൽ സ്വന്തമായിട്ട് ഭരിച്ച് കാശുണ്ടാക്കാനോ, അതായത് സ്വന്തമായിട്ട് ഈ KSRTCയുടെ തീരുമാനത്തിൽ സ്ത്രീകൾക്ക് മുഴുവൻ പിന്നെ സൗജന്യ പാസ്, അത് ഓർഡിനറി ബസ്സിൽ മാത്രം, എല്ലാ ബസ്സിലൊന്നുമില്ല. എന്നാൽ അത് ചില സ്ത്രീകൾക്കത് നല്ലതാണ്, അവർ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷെ അവർക്ക് കുഴപ്പമില്ല, അവർ ആ സമയത്ത് ഇറങ്ങുന്നതുകൊണ്ട് അവർക്കത് മെച്ചമാണ്. അല്ലാത്ത സ്ത്രീകളുടെ കാര്യമാണ് ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്കും കൊടുക്കണമെന്ന് പറയുന്നു. 60 വയസ്സിന് മുകളിലുള്ള 60 വയസ്സ് മുതലുള്ള പുരുഷന്മാർക്കും സ്കൂൾ കുട്ടികൾക്കും കൊടുക്കണമെന്ന് പറയുന്നു. പക്ഷെ അതൊന്നും ഫലവത്തല്ല. ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു വീഡിയോ കാണാം, ഒരു ചേച്ചിയായിട്ട് സംസാരിക്കുന്നു. ചേച്ചി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ ഇതുകൊണ്ട് വലിയൊരു കാര്യമൊന്നുമില്ല, ഇത് സർക്കാരിനെ അത് ജനങ്ങളെ കണ്ണിപ്പൊടിയാനായിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അതുപോലെ തന്നെ മദ്യഷാപ്പ് നിർത്തണം, ബ്രാൻഡ് ഷാപ്പ് നിർത്തണം, കള്ള് ഷാപ്പ് നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. പൊന്നു ചേച്ചി, അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ ബസ്സിന് സൗകര്യമായിട്ട് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഉള്ളത് തന്നെ എല്ലാ ബസ്സുകളും എല്ലാ സ്ഥലത്തൊന്നും ഇല്ല. ഇപ്പം മലപ്പുറത്തൊക്കെ 98 ബസ്സേ ഉള്ളൂ, കോഴിക്കോട് 112 122 അങ്ങനെ ഒരു കണക്കേ ഉള്ളൂ. അത് നോക്കി നിന്നാലേ ആ സമയം കിട്ടത്തുള്ളൂ, ആ ബസ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ചേച്ചി പറയുന്ന വാക്കുകളൊന്നും നമുക്ക് കേൾക്കാം. പല വീടുകളിലും വെട്ടും കുത്തും ഉണ്ടാകുന്നതുകൊണ്ട് മദ്യപിച്ചിട്ട് എന്നൊക്കെയാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എന്തായാലും നമുക്കത് നോക്കാം. ഇല്ല, കുറച്ചും കൂടെ ബസ് നമുക്ക് എപ്പോഴും ഇല്ലല്ലോ, അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എപ്പോഴും ബസ്സില്ല. ഇല്ല, ഇന്നലെ കുറച്ച് സമയം ഇവിടെ നിന്നപ്പോഴാണ് കിട്ടിയത്. 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ സിറ്റി ഫാസ്റ്റ് ആണോ? എങ്ങനെയാ? ഫാസ്റ്റ് ആക്കി. ഒറ്റ ബസ് പോലും ഓർഡിനറി ബസ് സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടില്ല. ഒരു 70 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ, പിന്നെ RCCക്കാർ, ഇവർക്ക് ഫ്രീ വിട്ടാൽ മതിയല്ലോ. അത് മറ്റുള്ള പൈസ കുരുക്കൂട്ടി ഓരോ മുറികളില്ലാത്തവർക്ക് വെച്ച് കൊടുക്കാം. ഇത് 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കണമായിരിക്കും ഫ്രീ വണ്ടി കാത്തിരിക്കണം. 1 ലക്ഷം രൂപ വാങ്ങിക്കണവർ ഫ്രീ വണ്ടി കാത്തിരിക്കണം. ഞങ്ങളെ പോലുള്ളൊരു ഫ്രീ വണ്ടി കൊടുത്ത് അതിന് സാരമില്ല. ഇത് നമുക്ക് ഉള്ള കാലവും കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിപ്പം പെൻഷനെല്ലാം കൊടുക്കണ്ടേ, അപ്പോൾ ഇതിലൊക്കെ പിടിക്കൂലേ? അതുകൊണ്ട് മേഡം എഴുതി കൊടുക്കണം. 70 വയസ്സിന് ശേഷം ഒരു RCC പാർട്ടി, ഗർഭിണി, ഇവർക്ക് 3 പേർക്കും ഫ്രീ ആയിട്ട് വിടാൻ പറഞ്ഞു. പുരുഷന്മാർക്ക് കൊടുക്കണോ? എന്തിന്? പുരുഷന്മാർക്ക് കൈയും കാര്യമില്ലേ? 70 വയസ്സിന് ശേഷമുള്ളവരൊക്കെ സാരമില്ല, പുരുഷന്മാർക്ക് വില ഇതൊന്നൂടെ. ഒരു പ്രത്യേക സുഖമുണ്ട്. മദ്യഷാപ്പ് നിർത്തണം, മദ്യഷാപ്പ് നിർത്തിയേ പറ്റൂ. നമുക്ക് ഫ്രീയും വേണ്ട, ഒന്നും വേണ്ട, മദ്യഷാപ്പ് നിർത്തിട്ട് ഓരോ കുടുംബം ഒരുപാട് തുലഞ്ഞ് കിടക്കണം. മക്കളെ വെട്ടും കുത്തും മാപ്പിളമാരെടുത്ത് എറിച്ചിലും മക്കളെ കൊല്ലണത്. ഞങ്ങൾക്ക് ഫ്രീ അരി ഒന്നും വേണ്ട,
മദ്യം നിർത്തിയാൽ മാത്രം മതി. പുരുഷന്മാർക്ക് വേണോ? പുരുഷന്മാർക്ക് വേണ്ട വേണ്ട. വേണ്ട ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഒരാളെ പറയണത് പുരുഷന്മാരെ വേണ്ട. അയ്യോ നമ്മുടെ കറക്റ്റ് ആളുടെ അടുത്ത് വന്ന് പറ്റുന്ന നല്ല മനസ്സിലാണ്. പുരുഷന്മാർക്ക് അങ്ങനെ ഫ്രീ ഒന്നും വേണ്ട. കേട്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഓരോ ജനങ്ങളുടെ അഭിപ്രായം. മദ്യപാനം കൊണ്ട് മാത്രമല്ല, കഞ്ചാവ് വലിക്കുന്നവരുണ്ട്, സിസർ വലിക്കുന്നവരുണ്ട്, ലഹരി മറ്റുള്ള അഡിക്റ്റായവരുണ്ട്. ഇങ്ങനെയുള്ളവരും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മദ്യപാനം നിർത്തണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മദ്യപാനികളെല്ലാം കൂടെ എങ്ങോട്ട് പോകും? തമിഴ്നാട്ടിൽ പോകുമോ? അത് ഞാൻ പറയട്ടെ, മദ്യപാനം തെറ്റ് തന്നെയാണ്. പക്ഷെ അതൊന്നും ഇപ്പോൾ സർക്കാർ അംഗീകരിക്കുന്ന ഒരു കാര്യമൊന്നുമില്ല. ഈ ബസ്സിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ ജനങ്ങൾ തന്നെ പറഞ്ഞതാണല്ലോ. ഇപ്പോൾ നിങ്ങൾ കേട്ടാണല്ലോ ഈ അഭിപ്രായങ്ങളൊക്കെ. ഞാൻ പറഞ്ഞതൊന്നുമല്ലല്ലോ. അതുപോലെ തന്നെ കഴിഞ്ഞ ഈ 2 ദിവസം മുമ്പാണല്ലോ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര KSRTC ബസ്സുകളിലൊക്കെ അനുവദിച്ച് കൊടുത്തിട്ട് അതിന് വലിയ മുദ്രാവാക്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ ബസ്സിലും പിന്നെ ഫ്രീ പാസ് വേണമെന്നും പറഞ്ഞ് അന്ന് മഹിളാ അസോസിയേഷനൊക്കെ വന്നിട്ട് വലിയൊരു BJPയുടെ പാർട്ടി പ്രവർത്തകരൊക്കെ വന്നിട്ട് വലിയൊരു ബഹളം ഉണ്ടാക്കി. അന്ന് ജനങ്ങളെ ഈ മഹിളാ മോർച്ച പ്രവർത്തകരെ, അതുപോലെ തന്നെ പോലീസുകാരെ, യാത്രക്കാരെ, ഇവരെല്ലാവരും കൂടി തമ്മിൽ തല്ലുന്ന പോലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായി. ഭാഗ്യത്തിന് അന്ന് തല്ലുണ്ടായിട്ടില്ല. അതുപോലുള്ള ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ് അവിടെ. അപ്പോൾ ഇതൊക്കെ എനിക്ക് തുടക്കത്തിൽ തന്നെ ഞാനിത് ഈ പദ്ധതി ആരംഭിച്ച സമയത്ത് തന്നെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഇതൊക്കെ തല്ലിൽ പോയി ലാസ്റ്റ് തല്ലിൻ്റെ വക്കത്തെത്തും, തല്ലിലെ കലാശിക്കത്തുള്ളതും. കാര്യമായിട്ടുള്ള തല്ലൊന്നും ഉണ്ടായില്ലെങ്കിലും വാക്കേറ്റങ്ങളുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും. പോലീസും ജനങ്ങളും മാധ്യമപ്രവർത്തകരും എല്ലാവരും, ഈ BJP മഹിളാ മോർച്ച പ്രവർത്തകരും എല്ലാവരും കൂടി ഉണ്ടായത്. കാരണം ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ഇത് വിജയിക്കത്തില്ല. ഇപ്പോൾ എത്ര കാലം ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള അറിയത്തില്ല. ഇപ്പോൾ തന്നെ പ്രൈവറ്റ് ബസ്സുകാർ അറിയുന്ന അവർക്ക് കരയുകയാണ്. അവർക്ക് ആളെ കിട്ടുന്നില്ല. കളക്ഷൻ 1000 മുതൽ 4000 വരെ കുറവാണ്. എന്തിനാ എൻ്റെ VD സതീശൻ സർക്കാരെ, അല്ലെ ഗതാഗത മന്ത്രി, നിങ്ങളതൊക്കെ ഇത് ആദ്യം തന്നെ വാക്ക് പാലിച്ച് നിറവേറ്റി കൊടുത്തത്. അല്ലെങ്കിൽ നിറവേറ്റി കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അത് ഏതായാലും KSRTCനെ കൊണ്ട് ഗവൺമെൻറ്റിനെ കൊണ്ടോ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും കൊടുക്കുമ്പോൾ KSRTC നഷ്ടത്തിലാണ്. ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ സമരം ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു. സമരം അവർക്ക് ആളില്ല, കളക്ഷൻ ഇല്ല. ഇപ്പോൾ ഇന്നലെ ഗോപിനാഥനോ ഒരു ബസ്സിൻ്റെ കേരള ബസ് അസോസിയേഷൻ പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു. അയാളിങ്ങനെ 24-ലാണോ ഏതൊരു ചാനലിൽ കണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നു. 1000 മുതൽ 4000 രൂപ വരെയുള്ള കളക്ഷൻ കുറവാണ്. ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അതിൻ്റെ ഇടയിൽ സ്കൂൾ കുട്ടികൾ അവർക്ക് കൺസെഷൻ പാസ് കൊടുക്കണം. അത് KSRTCനും കൊടുക്കുന്നത് നല്ലതാണ്. കൊടുക്കണത് ഇപ്പം ഇന്നലെ തൃശ്ശൂരാണെന്ന് തോന്നുന്നു, വടക്കാഞ്ചേരിയിൽ അവിടെ ഒരു പ്രൈവറ്റ് ബസ് കണ്ടക്ടർ ഈ കുട്ടികളെ കയറ്റാതെ പോകുന്നു. ആകെ 8-10 കുട്ടികളെ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ 4 എണ്ണത്തിനെ കയറ്റുന്നു, ബാക്കി 6 എണ്ണത്തിനെ അവിടെ പുറത്ത് നിർത്തുന്നു. എന്തൊരു നാറിയ പരിപാടികളാണ് ഇവർ ചെയ്യുന്നതൊക്കെ അറിയോ? ഇതൊക്കെ കാണാനും കേൾക്കാനും ആരുമില്ല. ഇതൊക്കെ ഗതാഗത മന്ത്രിയും മറ്റുള്ള മന്ത്രി ഇതിന് വേണ്ടപ്പെട്ട അധികാരികളെല്ലാം ഇതിൽ മുൻകൈ എടുത്തിട്ട് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്തായാലും ആ കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തെന്നുള്ളൊരു വാർത്തയാണ് കണ്ടിട്ടുള്ളത്. അത് വേണം. കുട്ടികൾ പഠിക്കട്ടെ. അവർക്ക് ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മളും ബാഗും തൂക്കി പിടിച്ചതേപോലെ തന്നെ ബസ്സിലൊക്കെ കയറിയതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് ബസ് ഇതേ പരിപാടിയാണ് ചെയ്യുന്നത്. കുട്ടികളെ പിടിച്ച് തള്ളിയിടുക, തല പൊട്ടിക്കുക, കുട്ടികൾ വീഴുക, അല്ല കുട്ടികൾ കയറുന്നതിന് മുന്നേ ബല്ലടിച്ചു വിടുക. ഏതെങ്കിലും കുട്ടികൾ വണ്ടിയുടെ ചോട്ടിൽ പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇവരൊക്കെ കാണിക്കുന്ന വെറും ഗുണ്ടായിസം ഭൂഷ പരിപാടികളാണ് ഈ പ്രൈവറ്റ് ബസ്സുകാർ. എനിക്ക് VD സതീശൻ സർക്കാരിനോട് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നിറവേറ്റി കൊടുക്കണം. അതല്ലാതെ ഈ ഗ്രാമങ്ങളിൽ കൂടി 1-2 വണ്ടിയോ വിട്ടിട്ട് ബാക്കിയൊക്കെ സൂപ്പർ ഫാസ്റ്റും പിന്നെ ഫാസ്റ്റ് പാസഞ്ചറും ആക്കിയിട്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഇതാദ്യം തന്നെ ഇതൊക്കെ പിന്നെ നിങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഏർപ്പാടാക്കി കൊടുത്തത്. ഇനിയും വരുന്നതൊക്കെ ജനങ്ങൾ പറയുന്നത് കേൾക്കുക. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് കരയുന്ന ഒരു വീഡിയോയും കൂടി ഞാൻ കണ്ടു. അത് വേറെ ഒരു യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടത്, എനിക്കത് കിട്ടിയിട്ടില്ല. അപ്പം എനിക്ക് 20,000 രൂപ സർക്കാരിന് കടമാണ്, അത് എങ്ങനെ നികത്തും എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത്. ജനങ്ങളാണ് നികത്തേണ്ടത്, മുഖ്യമന്ത്രി. അതൊക്കെ കടം
നിങ്ങൾ തന്നെ അത് നികത്തിപ്പോരുവാണ് ചെയ്യേണ്ടത്. ജനങ്ങളുടെ മുന്നിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ കരഞ്ഞ് കാണിച്ചിട്ടോ ചിരിച്ച് കാണിച്ചിട്ടോ ഒന്നും ഇത് നടക്കാൻ പോണില്ല. ഇതിനു മുന്നേ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുപോലുള്ളൊന്നും ഈ ജനങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല. 20,000 കോടി കടം, 30,000 രൂപ കോടി കടം എന്നൊന്നും പറഞ്ഞിട്ട് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ KSRTC പ്രശ്നം തന്നെ ഇപ്പം ജനങ്ങളുടെ പ്രതികരണം നിങ്ങൾ കേട്ടതാണല്ലോ. ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നല്ല മുഖ്യമന്ത്രി. ശരി, എന്നാൽ നിർത്തി നോക്ക്.